നമസ്കാരം, മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം ഞാൻ ഒരു വാർത്ത കണ്ടു. അമർനാഥ് ക്ഷേത്രത്തിലേക്ക് പോയ ഒരുപാട് പേർക്ക് ആ ശിവലിംഗ ദർശനം സാധ്യമായില്ല എന്ന്. അപ്പോൾ ഞാൻ അത് തിരഞ്ഞ് ഗൂഗിളിലൊന്ന് തപ്പി. അപ്പോൾ സത്യമാണ്, സാധാരണ ജൂലൈ ഓഗസ്റ്റ് 2 മാസങ്ങളിലാണ് അമർനാഥ് നമുക്ക് അങ്ങോട്ട് ചെല്ലാനുള്ള സ്വാതന്ത്ര്യമുള്ളൂ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഓൾറെഡി മെൽട്ടായി പോവും, അതായത് ഉരുക്കി പോവും. ദെൻ നെക്സ്റ്റ് നവംബർ ഡിസംബറോട് കൂടിയിട്ട് അത് വീണ്ടും അവിടെ പുനർജനിക്കും. പക്ഷേ അവിടേക്ക് നമുക്കപ്പോൾ പ്രവേശനമില്ല, കാരണം ആ ഭാഗം മുഴുവൻ മഞ്ഞ് മൂടി പോവും. പിന്നെ പട്ടാള ഏരിയയാണത്, പൂർണ്ണമായും പട്ടാളത്തിൻ്റെ നിയന്ത്രണത്തിലുള്ള ഒരു സ്ഥലമാണ്. അതിൻ്റെ ചരിത്രവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാൻ ഇട്ടിരുന്നു. അതായത് ഇത്തവണ ജൂലൈ 3-ാം തീയതിയാണ് അമർനാഥ് യാത്ര സ്റ്റാർട്ട് ചെയ്തത്. ഞാൻ അത് ശ്രദ്ധിക്കാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, കഴിഞ്ഞ തവണ ഞാനൊന്ന് പോകാൻ ശ്രമിച്ചതാണ്, പക്ഷേ എനിക്ക് നടന്നില്ല. കാരണം പൂർണ്ണമായിട്ടും അവിടെ നമ്മുടെ ഹെൽത്ത് ചെക്കപ്പ് മൊത്തം നടത്തിയിട്ടേ അവിടേക്ക് വിട്ടുള്ളൂ. അത് ഇവിടെ നിന്നുള്ള ചെക്കപ്പുകൾ നടത്തിയിട്ടേ അവിടേക്ക് കയറ്റി വിട്ടുള്ളൂ. 3 പേരുണ്ടായിരുന്നു. അവരുടെ 3 പേരിലും ഒരാൾക്കും മാത്രമേ അത് കിട്ടിയുള്ളൂ. ബാക്കി ഞങ്ങൾ എല്ലാവരും ഫെയിൽഡായി. അപ്പോൾ അയാൾ പോയി വന്നു, അയാളുടെ ഭാഗ്യം. ഇത്തവണ എന്തായാലും ഞാൻ പോകാൻ ശ്രമിച്ചില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നല്ല സാമ്പത്തിക ബാധ്യത ഉണ്ട്. അപ്പോൾ പിന്നെ ഇനി കുറച്ച് നാളത്തേക്ക് യാത്രകളൊന്നും വേണ്ട, ഒതുങ്ങി കൂടുക. പക്ഷേ നമുക്കങ്ങനെ മനസ്സ് അങ്ങനെ ഒതുങ്ങി കൂടില്ലല്ലോ. അപ്പോൾ നേരെ ഇടയ്ക്കിടയ്ക്ക് അമർനാഥിൻ്റെ തീർത്ഥാടനം തുടങ്ങിയപ്പോൾ തൊട്ട് അപ്ഡേറ്റുകൾ നോക്കി തുടങ്ങിയതാണ്. അങ്ങനെ നോക്കി വരുമ്പോൾ വലിയ വലിയ വാർത്തകളാണ്. കാരണം ഇന്ന സുരക്ഷാ വീഴ്ചയില്ല, സുരക്ഷ ഇത്ര കൂട്ടിയിട്ടുണ്ട്, ഇത്തവണ പതിവിലും കൂടുതൽ ആൾക്കാർ വരുന്നു. അങ്ങനെ ഒരുപാട് വാർത്തകൾ ഇങ്ങനെ നോക്കി. ഇത്തവണ ഒരുപാട് എല്ലാ ഭക്ഷണവും എല്ലാ താമസവും ഒക്കെ ഫ്രീ ആണ്. അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട്. പിന്നെ അവിടെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ, ഇടയ്ക്കിടയ്ക്ക് സംഭവിക്കാറുണ്ട്, സംഭവിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ 5 ലക്ഷം രൂപ കുടുംബക്കാർക്ക് കിട്ടും, ഇൻഷുറൻസ് പദ്ധതി. അപ്പോൾ അങ്ങനെ ഇതൊക്കെ നമ്മളിങ്ങനെ നോക്കി വെള്ളമിറക്കാനല്ലേ പറ്റുള്ളൂ. നമുക്ക് ഇനി പോവാനുള്ള യോഗം ഉണ്ടാവും തോന്നുന്നില്ല. മക്കളൊക്കെ വലുതായി കഴിഞ്ഞാൽ അവർ പറഞ്ഞു വിടാൻ വെച്ചാൽ പോവാം, അത്രേ ഉള്ളൂ. അപ്പോൾ അതൊക്കെ നോക്കി വന്നപ്പോൾ അടിയിലൊരു വാർത്ത കണ്ടു. ആ വാർത്ത, ഈ ശിവലിംഗം 3 ദിവസമേ അവിടെ ഉണ്ടായുള്ളൂ, അതിനുശേഷം അത് ഉരുകിപ്പോയി, അതായത് മെൽട്ടായിപ്പോയി. അതായത് ഏകദേശം 15 അടി ഉയരത്തിലുള്ള ഒരു വലിയ മഹാശിവലിംഗമാണ് ഒരു ഗുഹയ്ക്കുള്ളിലുള്ളത്. അതും അത്രയ്ക്കും -ഡിഗ്രിയുള്ളൊരു ഗുഹയാണത്. അതൊക്കെ ഉരുകിപ്പോയി എന്ന് പറയുമ്പോൾ, അതായത് 2 മാസം മാത്രമേ, അതാലോചിക്കണം, 2 മാസം മാത്രമേ അവിടെ നമുക്ക് പ്രവേശനമുള്ളൂ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ഓൾറെഡി അത് ഉരുകി പോവും. ദെൻ നെക്സ്റ്റ് ആ ഭാഗം മുഴുവൻ മഞ്ഞും മൂടിപ്പോവും. പക്ഷേ ആ സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് അത് തന്നെ അവിടെ ശിവലിംഗം ഉണ്ടാവുകയും ചെയ്യും. അവിടെ ഒരു വിളക്ക് കത്തിച്ച് വയ്ക്കും എന്നൊക്കെ പറയുന്നു, എനിക്കറിയില്ല. അത് ബദ്രീനാഥിനും കേട്ടിട്ടുണ്ട് ഞാൻ. അതിനെക്കുറിച്ചൊന്നും കാര്യപരമായിട്ടുള്ള വിവരം എനിക്കില്ല, അതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് പറയുന്നില്ല. പിന്നെ ഇതിൻ്റെ ചരിത്രവും അവിടേക്ക് പോകേണ്ട രീതികളൊക്കെ ഞാൻ വേറെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് വീണ്ടും ഇത്തവണ ഇടാൻ ഞാൻ ചെയ്യണില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇനി അവിടെ പോയിട്ട് കാര്യമില്ല. കാരണം അവിടെ മൊത്തമായിട്ടും പൂർണ്ണമായിട്ടും അത് ഉരുകിപ്പോയി. 3 ദിവസം മാത്രം ആണ് ദർശന ഭാഗ്യം ഉണ്ടായത്. ഈ 3 ദിവസം ആകെ കൂടിയിട്ട് 3 ലക്ഷം പേര് ആ 3 ദിവസത്തിനുള്ളിൽ സന്ദർശിച്ചു അത്ര. ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം അതങ്ങനെ ഒരുക്കിപ്പോയതെന്ന് ഒരു പക്ഷം. മറ്റൊരു പക്ഷം പറയുന്നത് അവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഒരുപാട് നടക്കുന്നുണ്ട്, അതുകൊണ്ടായിരിക്കാം പോയതെന്ന് വേറൊരു പക്ഷം. പിന്നെ ഒരു പക്ഷം പറയുന്നത് ആഗോളതാപനം, അങ്ങനെ വലിയ വലിയ കാര്യങ്ങളാണ്. അതിനെക്കുറിച്ചൊന്നും എനിക്ക് പറയാനുള്ള അറിവില്ല, അതുകൊണ്ട് അത്തരം കാര്യങ്ങളിലേക്ക് നമ്മൾ എത്തുന്നില്ല. അപ്പോൾ അങ്ങനെ 3-4 പക്ഷങ്ങൾ. ഇനി അമർനാഥിനെ കുറിച്ച് 2 വാക്ക്. അപ്പോൾ പിന്നെ കാണാൻ ഭാഗ്യമുള്ളവർക്ക് ഇത്തവണ ആ ദർശനം കിട്ടി. ഇനി എന്തായാലും അത് അടുത്ത വർഷേ പ്രവേശനത്തിൽ അവിടെ കാണാൻ പറ്റുള്ളൂ. അവിടെ വെറും ഒരു ശൂന്യത മാത്രമാണ്. ആ ഗുഹ വേണമെങ്കിൽ കണ്ടുപോരാം, പിന്നെ ആ മലനിരകളുടെ ഭംഗി ആസ്വദിക്കാം. അല്ലാണ്ട് അവിടെ പോയിട്ടൊരു കാര്യമില്ല. ക്ഷേത്ര ദർശനം ഉണ്ടാകും, പക്ഷെ അതിൻ്റെ ഉള്ളിൽ സമ്പൂർണ്ണമായും ശൂന്യമായിരിക്കും എന്നാണ് എല്ലാവരും വാർത്തയിലും ഞാൻ കേട്ടത്. പിന്നെ ആ ക്ഷേത്രത്തിനെ എന്നെ ഇങ്ങനെ ആകർഷിക്കാൻ ഉള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മഹാക്ഷേത്രത്തിൻ്റെ പ്രത്യേകത, ക്ഷേത്രമല്ല ഒരു ഗുഹാക്ഷേത്രമാണ്. അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 13,000 അടി ഉയരത്തിലാണ് അത് സ്ഥിതി ചെയ്യുന്നത്. ഏകദേശം 13 അടി ഉയരത്തിലാണ് ആ ശിവലിംഗം സ്ഥിതി ചെയ്യുന്നത്. അതായത് ഐസിൻ്റെ ശിവലിംഗം. 2 മാസം മാത്രമേ നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റുള്ളൂ. അതിനുശേഷം പൂർണ്ണമായും ആ ശിവലിംഗം ഉരുകിപ്പോവും. പിന്നെ അവിടേക്ക് പോയിട്ടൊരു കാര്യമില്ല, തൊഴാനായിട്ട് അവിടേക്ക് കടത്തി വിടില്ല. കാരണം മൊത്തം പട്ടാള ഏരിയയാണ്. ഏകദേശം നവംബർ ഡിസംബർ ആകുമ്പോഴേക്കും ആ ഭാഗം മുഴുവൻ മഞ്ഞിലും മൂടി പോവും. പിന്നെ അടുത്ത വർഷം ജൂലൈ വരെ നമുക്ക്
കാത്തിരിക്കേണ്ടി വരും. അതാണ് ഈ ക്ഷേത്രത്തിൻ്റെ ഒരു പ്രത്യേകത. 2 മാസം മാത്രം. അതുകൊണ്ട് തന്നെയാണ് ഒരുപാട് ആൾക്കാരും ഇവിടേക്ക് എത്തിച്ചേരുന്നത്. പിന്നെ അടുത്ത ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ക്ഷേത്രത്തിൻ്റെ ഒരു ഐതിഹ്യമാണ്. ഒരുപാട് ഐതിഹ്യങ്ങളുണ്ട്. അതിലെ ഒരു ഐതിഹ്യം മാത്രം എനിക്ക് ഭയങ്കരമായിട്ട് എന്നെ ഹാർട്ട് ടച്ച് ചെയ്തു. അതായത് പാർവതി ദേവി പരമശിവനോട് ചോദിക്കുകയാണ്, മൃത്യുഞ്ജയനായ അങ്ങേക്ക് എങ്ങനെയാണ് ഭഗവാനെ ഈ മൃത്യുവിനെ ഇങ്ങനെ പിടിച്ചു നിർത്താൻ പറ്റുന്നത്? അപ്പോൾ പാർവതി ദേവിയോട് പരമേശ്വരൻ പറഞ്ഞു, പത്നിയല്ലേ, പത്നി ചോദിച്ചാൽ പറയാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ, അറിഞ്ഞൂടെ പത്നിമാരുടെ പ്രശ്നങ്ങൾ. അപ്പോൾ പറഞ്ഞു, അത് നിനക്ക് മാത്രമായിട്ട് ഞാൻ ചെകിട്ടിൽ പറഞ്ഞു തരാം എന്ന് പറഞ്ഞിട്ട് ഈ ഗുഹയിലേക്ക് കൊണ്ടുവന്നു അത്രേ. അതിനുശേഷം അവിടെ വെച്ച് പാർവതിദേവിക്ക് ആ രഹസ്യം മൃത്യുഞ്ജയൻ പറഞ്ഞു കൊടുത്തു അത്രേ. പക്ഷേ ആ ഗുഹയ്ക്ക് മുകളിൽ ഒരു പ്രാവുംകൂട്ടിൽ 2 പ്രാവുമുട്ടകൾ ഉണ്ടായിരുന്നു അത്രേ. പിന്നീട് ആ മുട്ട വിരിയുകയും ചെയ്തു അത്രേ. ഇത് മനസ്സിലാക്കിയ പരമശിവൻ അവർക്കും ഒരു വരം നൽകി, നിങ്ങളും മൃത്യുഞ്ജയനാവട്ടെ, അതായത് മരണം നിങ്ങൾക്ക് ഒരിക്കലും വരിക്കാത്തതാവട്ടെ. അങ്ങനെ അവിടെ 2 പ്രാവുകളെ എപ്പോഴും കാണാമെന്നും കണ്ടവരുണ്ടെന്നും പറയുന്നു, കാണാത്തവരുണ്ടെന്നും പറയുന്നു. ഇതിനെക്കുറിച്ചൊന്നും എനിക്കറിയില്ല. ഇത് ഒരു ഐതിഹ്യം മാത്രം. ഇതാണ് ഒരു ഐതിഹ്യം. പിന്നെ ഒരുപാട് ഐതിഹ്യങ്ങൾ വേറെ ഉണ്ട്. അവിടേക്ക് പോകുമ്പോൾ ഭക്ഷണവും താമസവും എല്ലാം ഫ്രീ ആണ്. അത് തന്നെയല്ല, 5 ലക്ഷം രൂപ ഇൻഷുറൻസുമുണ്ട്. നമ്മുടെ ശരീരം മൊത്തം സ്കാൻ ചെയ്തിട്ടൊക്കെയാണ് വിടുക. നല്ല പ്രൊട്ടക്ഷനാണ്. കാരണം ഒരുപാട് തവണ അവിടെ ആക്രമണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. തൊട്ടപ്പുറത്താണ് പാകിസ്ഥാൻ്റെ നുഴഞ്ഞുകയറ്റ സ്ഥലം. അവർ എന്തിനാണ് ഹിന്ദുക്കളെ ഇങ്ങനെ ആക്രമിക്കണമെന്ന് നമുക്കറിയില്ല. എന്തായാലും അവർക്ക് ഒരു പാകിസ്ഥാൻ രാഷ്ട്രം ഉണ്ടാവാൻ സാധ്യതയില്ല. കാരണം ശക്തമായ എനിക്ക് അറിയാൻ കഴിഞ്ഞത് ഏകദേശം 5 ലക്ഷം പേര് കൂടി ഇപ്പോൾ ബുക്കിങ്ങിനായിട്ട് കാത്തുകണ്ട്. ഇനി 1 മാസം കൂടിയും 1-1.5 മാസം കൂടി ഇവിടേക്ക് എത്താനായിട്ട് സമയമുണ്ട്. പക്ഷേ അവർക്കൊന്നും ഈ ശിവലിംഗ ദർശനഭാഗ്യം ഉണ്ടാവില്ല എന്നുള്ള ഒരു അറിയിപ്പ് അറിയിക്കുന്നു. വേറൊന്നും പറയാനില്ല. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം എന്ന ഉറപ്പോടെ ഞാൻ രാജേഷ് നെടുവേലി.